Hello everyone, welcome to Amis Mechanical. So last നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ തിയറി ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A rigid beam of negligible weight is supported in a horizontal position by two rods of steel and copper 2 meter and 1 meter long, having values of sectional area 1 centimeter square and 2 centimeter square, and Young's modulus 200 gigapascal and 100 gigapascal respectively. A load P is applied as shown in the figure. If the beam is to remain horizontal, then what are the forces in copper and steel? ഇതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇതൊരു പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷനിൽ ഓരോ റോഡിലും ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. പി സ്റ്റീൽ ആണ് സ്റ്റീലിലെ റെസിസ്റ്റൻസ് ലോഡ്, പി സി ആണ് കോപ്പറിലെ റെസിസ്റ്റൻസ് ലോഡ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈ ഒരു ബീം ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സും ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. സോ പി എസ് പ്ലസ് പി സി ഈസ് ഈക്വൽ ടു പി ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് അൺനൗൺസ് ഉണ്ട്, ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. സോ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് ആയിട്ടുള്ള കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ? ഈ ഒരു ബീം ഹൊറിസോണ്ടലി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലോങ്ങേഷൻ സംഭവിച്ചതിന് ശേഷവും ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കണമെങ്കിൽ വാട്ട് ഈസ് ദ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ? സ്റ്റീൽ റോഡിൽ ഉണ്ടായിട്ടുള്ള അതേ ഇലോങ്ങേഷൻ തന്നെ കോപ്പർ റോഡിലും വേണം. അതായത് ഡെൽറ്റ എൽ സ്റ്റീൽ മസ്റ്റ് ബി ഈക്വൽ ടു ഡെൽറ്റ എൽ കോപ്പർ. ഡെൽറ്റ എൽ കാണാനുള്ള ജനറൽ ഫോർമുല എന്താണ്? പി എൽ ബൈ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി സ്റ്റീൽ into L steel by A steel into E steel is equal to P copper into L copper by A copper into E copper എന്ന് എഴുതാം. Therefore P steel into, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എറർ വന്നു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ സ്റ്റീലിന്റെയും കോപ്പറിന്റെയും പാരാമീറ്റേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്, കോപ്പറിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. സ്റ്റീലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, കോപ്പറിന്റെ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് 200 ജിഗാപാസ്കൽ ആണ്, കോപ്പറിന്റെ 100 ജിഗാപാസ്കൽ ആണ്. സോ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു പി കോപ്പർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. സോ ഇത് ക്യാൻസൽ ആയി പോകുന്നു, ഇതും ക്യാൻസൽ ആയി പോകുന്നു. സോ ഇവിടെ ഒരു 2 മാത്രമേ ഉള്ളത്. സോ പി എസ് ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു പി സി. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് റിലേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എക്സാക്ട് വാല്യൂ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ ആൻസർ എന്നാ വരുന്നത്? ഫോഴ്സ് ഓൺ കോപ്പർ ഷുഡ് ബി ട്വൈസ് ദാറ്റ് ഓൺ സ്റ്റീൽ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മളോട് എക്സാക്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് പ്ലസ് പി സി ഇസ് ഈക്വൽ ടു പി എന്നാണല്ലോ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇതിൽ പി എസ് എന്ന് പറയുന്നത്, പി സി എന്ന് പറയുന്നത് ട്വൈസ് പി എസ് ആണ്. therefore പി എസ് പ്ലസ് twice PS is equal to P. ഇതിന് നമുക്ക് 3PS is equal to P എന്ന് കിട്ടി. അപ്പൊ ഇതിന് PS is equal to what? P by 3 എന്നുള്ള റിലേഷൻ കിട്ടിയതാണ്ടോ? PS is equal to P by 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ PC എന്ന് പറഞ്ഞാൽ 2P by 3 ആണ്. ഇനി നിങ്ങൾക്ക് പിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓരോ റോഡിലുള്ള ലോഡ്, റെസിസ്റ്റൻസ് ലോഡ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഇനി സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പി എന്ന് പറയുന്നത് ഒരു 1000 കിലോ ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. 1000 കിലോ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എസ് എന്നുള്ളത് എത്ര കിട്ടും? അതിന്റെ 1/3. ഞാൻ ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനൊരു 900 കിലോ ന്യൂട്ടൺ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് 300 കിലോ ന്യൂട്ടൺ എന്ന് വരും. പി സി എന്ന് പറയുന്നത് 600 കിലോ ന്യൂട്ടണും വരും. ഓക്കെ, എപ്പോഴും ഇത് ആഡ് ചെയ്ത് നോക്കണം. പി എസ് പ്ലസ് പി സി പി ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷൻ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലോങ്ങേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഓരോ ഫോർമുലയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒരാളുടെ ഇലോങ്ങേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കണം അടുത്ത ആളുടെ ഇലോങ്ങേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ലോഡുകൾ തമ്മിലുള്ള റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ നിന്ന് ലോഡും നമ്മൾ അപ്ലൈ ചെയ്ത ലോഡും തമ്മിലുള്ള റിലേഷൻസ് കിട്ടി. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് കിട്ടും. സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലോങ്ങേഷനും കിട്ടും. സ്ട്രെസ് കിട്ടണമെന്നൊന്നുമില്ല, ലോഡിൽ തന്നെ നിങ്ങൾക്ക് ഇലോങ്ങേഷൻ കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. therefore the answer is കോപ്പർ റോഡ് ട്വൈസ് ലോഡ് ക്യാരി ചെയ്യും കമ്പയർഡ് ടു സ്റ്റീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
If the cross-sectional area of the bar is 15 meter square, find the stress acting in the section BC. ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ സെക്ഷൻ വൈസ് അനലൈസ് ചെയ്യണം. ഇവിടെ നമുക്ക് ബി സി എന്ന് പറയുന്ന ഈ പോർഷനിലെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സ്ട്രെസ് ഇൻ സെക്ഷൻ ബി സി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്റേണൽ ലോഡിങ് വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ എ ബി എന്ന് പറയുന്ന സെക്ഷൻ മാത്രം ഞാൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എ ബിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 50 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബി എന്ന് പറയുന്ന ഈ സെക്ഷനിൽ, ഇതാണ് എ ബി, ബി എന്ന് പറയുന്ന സെക്ഷനിൽ എ ബി എന്ന് പറയുന്ന സെക്ഷനെ ഇക്വിലിബ്രിയത്തിൽ നിർത്താനായിട്ട് ഓപ്പോസിറ്റ് ഒരു 50 കിലോ ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ദ പോർഷൻ എ ബി ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതുകൊണ്ട് എ ബി എന്ന് പറയുന്ന പോർഷനിൽ ഏത് സെക്ഷൻ എടുത്താലും അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് ലോഡ് ഈ 50 കിലോ ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ എ ബിയിലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി ഇസ് ഈക്വൽ ടു 50 കിലോ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ബി. ഇനി ശ്രദ്ധിക്കാം, ഈ ബി എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ ബി സിക്കും എ ബിക്കും കോമൺ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ എ ബി അനലൈസ് ചെയ്തപ്പോ ബിയില് റൈറ്റ് വേർഡ് ആയിട്ട് ഒരു ലോഡ് കാണിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തത് നമ്മൾ എയിൽ അപ്ലൈ ചെയ്ത ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബി സി എന്ന് പറയുന്ന പോർഷനിൽ ഞാനൊരു 80 കിലോ ന്യൂട്ടൺ എക്സ്ട്രാ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ബിയിലെ ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. എ ബിയില് റൈറ്റ് വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 50 കിലോ ന്യൂട്ടൺ ബി സിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബി സിയില് ഓപ്പോസിറ്റ് ആയിട്ട് ആദ്യം ഒരു 50 കിലോ ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ബി എന്ന് പറയുന്ന ഈ സെക്ഷനില് നെറ്റ് ഇഫക്റ്റില് 50 കിലോ ന്യൂട്ടൺ ലെഫ്റ്റ് വേർഡും റൈറ്റില് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന 80 കിലോ ന്യൂട്ടണും ആക്ട് ചെയ്യും. അതുകൊണ്ട് അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സിയിൽ ആക്ട് ചെയ്യുന്നത് ഒരു 30 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ലോഡാണ് ഇഫക്റ്റീവ്ലി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന സെക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 30 കിലോ ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ബി സി എന്ന് പറയുന്ന പോർഷനിലെ ഏത് സെക്ഷൻ എടുത്താലും അതിൽ ഇഫക്റ്റീവ്ലി ഫീൽ ചെയ്യുന്നത് 30 കിലോ ന്യൂട്ടൺ കംപ്രഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ട്രെസ് ഇൻ ബി സി? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി സി, വിച്ച് ഈസ് ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണെന്ന് 15 മീറ്റർ സ്ക്വയർ. സോ 15 into 10⁶ millimeter square ആണ് വരുന്നത്. So this is equal to 30 into 10�3 Newton divided by 15 into 10⁶ millimeter square. So ഇത് twice ആയി പോയി, ഇത് 10⁻³ ആയിട്ട് പോയി, 0.002 Newton per mm square ആണ് ആൻസർ ആയിട്ട് വരും. 15 മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഏരിയ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം ആൻസർ കിട്ടാനായിട്ട്. ഇനി അഡീഷണലി ഞാൻ ഈ പ്രോബ്ലം ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതായത് നമുക്ക് ആ സി ഡി എന്ന് പറയുന്ന സെക്ഷനും കൂടെ അനലൈസ് ചെയ്യാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് അനലൈസ് ചെയ്യാം, അതാണ് ഒന്നുകൂടി ഈസി. റൈറ്റ് സൈഡിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 10 കിലോ ന്യൂട്ടൺ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഇഫക്റ്റീവ് ലോഡ് ഇൻ സി ഡി. ഇപ്പൊ സി ഡിയിൽ സ്ട്രെസ് കാണുമ്പോൾ ലോഡ് ആയിട്ട് എടുക്കേണ്ടത് 10 കിലോ ന്യൂട്ടൺ ആണ്. ബി സി ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ബി സി എന്ന് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബി സി എന്ന് പറയുന്ന സെക്ഷൻ അനലൈസ് ചെയ്തപ്പോ ലെഫ്റ്റിലേക്ക് ഒരു 30 കിലോ ന്യൂട്ടൺ കാണിച്ചു. ഇത് ഈ സി ഡി എന്ന് പറയുന്ന സെക്ഷനെ ഇഫക്റ്റീവ്ലി പിടിച്ച് വലിക്കുന്ന പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സി ഡിയിലേക്ക് അങ്ങോട്ടേക്ക് ഒരു 30 കിലോ ന്യൂട്ടൺ അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ആക്ട് ചെയ്യും. ഓൾറെഡി ഒരു 20 കിലോ ന്യൂട്ടൺ ഞാൻ അവിടെ ലെഫ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. Therefore ഇഫക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞ കണ്ടോ, 30 - 20 10 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, 10 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെയും കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇഫക്റ്റീവ് ലോഡ് ഇൻ സി ഡി എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ, ഇഫക്റ്റീവ് ലോഡ് ഇൻ എ ബി എന്ന് പറയുന്നത് 50 കിലോ ന്യൂട്ടൺ, ഇഫക്റ്റീവ് ലോഡ് ഇൻ ബി സി എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 30 ഡിവൈഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കറസ്പോണ്ടിങ് ലോഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലെയും സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അറ്റ് എ പോയിന്റ് ആർ 250 megapascal tensile and 150 megapascal compressive. The magnitude of the shearing stress on a plane on which the normal stress is 200 megapascal tensile and normal stress on a plane at a right angle to this plane are. ഇവിടെ ഓപ്ഷനില് ടെൻസൈൽ ആണോ കംപ്രസീവ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എലമെന്റില് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളുടെ വാല്യൂ തന്നിട്ടുണ്ട്.
സിഗ്മ 1 എന്നുള്ളത് 250 മെഗാ പാസ്കൽ ടെൻസൈൽ ആണ്. സിഗ്മ 2 എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ 150 മെഗാ പാസ്കൽ കംപ്രസീവ് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷിയറിംഗ് സ്ട്രെസ് on a plane on which the normal stress is 200 megapascal tensile and the normal stress on a plane at right angle to this plane. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഷിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഒരു പർട്ടിക്കുലർ പ്ലെയിനിലെ നോർമൽ സ്ട്രെസിന്റെ വാല്യൂ 200 മെഗാപാസ്കൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഷിയറിംഗ് സ്ട്രെസ് ഓൺ ദിസ് പ്ലെയിൻ? ഓക്കെ, ഇത് ആദ്യം കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ നോർമൽ സ്ട്രെസ് ഓൺ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദിസ് പ്ലെയിൻ? നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ച ഈ തീറ്റ ഇൻക്ലിനേഷനുള്ള പ്ലെയിനിനെ പെർപെൻഡിക്കുലർ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ് എത്രയാണെന്നും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഒരു ജസ്റ്റ് റൂൾ ഉപയോഗിച്ചാൽ മതി. എനി പ്ലെയിൻ ദാറ്റ് ഈസ് നോർമൽ സ്ട്രെസ് ഓൺ എനി പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ ടു ദ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഈ തീറ്റയ്ക്ക് 90 ഡിഗ്രി ഉള്ള പ്ലെയിനും ഈ രണ്ട് പ്ലെയിൻസിന്റെ നോർമൽ സ്ട്രെസിന്റെ സമ്മും പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. ഇത് എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിലെ നോർമൽ സ്ട്രെസ്സുകളുടെ സമ്മ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഈ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ദിസ് ഈസ് 200 പ്ലസ് സിഗ്മ തീറ്റ പ്ലസ് 90 ഇസ് ഈക്വൽ ടു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്രസീവ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ 250 മൈനസ് 150 വിച്ച് ഈസ് 100. അങ്ങനെയാണെങ്കിൽ സിഗ്മ തീറ്റ പ്ലസ് 90 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 മൈനസ് 200 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 100 മെഗാപാസ്കൽ. അതായത് 100 മെഗാപാസ്കൽ കംപ്രസീവ് ആണ്. പക്ഷെ നമ്മുടെ ഈ കംപ്രസീവ് വരുന്ന രണ്ട് ആൻസേഴ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. രണ്ട് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യമേ തന്നെ എളുപ്പമുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഓപ്ഷൻസ് ഒരെണ്ണേ ഉള്ളുവെങ്കിൽ നേരിട്ട് ആൻസർ എഴുതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെറുതെ പിന്നെ സമയം കളയാനായിട്ട് നിൽക്കരുത്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ പ്ലെയിനിലെ വാല്യൂ കണ്ടുപിടിച്ചെന്നുള്ളത്. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ് തന്നിട്ടുണ്ട് 200 മെഗാപാസ്കല്, രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന ആവശ്യപ്പെടുന്ന പ്ലെയിനിലെ പെർപെൻഡിക്കുലർ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. എനി രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിലെ നോർമൽ സ്ട്രെസ്സുകളുടെ സമ്മ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് 250 മെഗാപാസ്കൽ ടെൻസൈൽ ആണ്. സിഗ്മ 2 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് 150 മെഗാപാസ്കൽ ആണ്. അല്ലെങ്കിൽ 150 മെഗാപാസ്കൽ കംപ്രഷൻ എന്ന് എഴുതിയാലും മതി. ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിലെ നോർമൽ സ്ട്രെസ് 200 മെഗാപാസ്കൽ ടെൻസൈൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിനിലെ ഷിയർ സ്ട്രെസ് എത്ര എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ജനറൽ ഫോർമുല ഒക്കെ വെച്ചുകൊണ്ട് തീറ്റ കണ്ടുപിടിക്കുക, ടോഎക്സ് വൈ കണ്ടുപിടിക്കുക, അങ്ങനെ വാട്ടർ അതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നല്ലൊരു മെത്തേഡ് ഇവിടെ മോർ സർക്കിൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മോർ സർക്കിൾ വരയ്ക്കണമെങ്കിൽ എനിക്ക് അതിന്റെ സെന്റർ അറിയണം. സെന്റർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 0 ആണ്. സിഗ്മ എക്സും സിഗ്മ വൈയും രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രെസ്സുകൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ബൈ 2 0 എന്നും എഴുതാം. കാരണം സിഗ്മ 1ഉം സിഗ്മ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രെസ്സുകളാണ്. അതുകൊണ്ട് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ നോർമൽ സ്ട്രെസ്സുകളുടെ സമ്മ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതും അതിന്റെ സെന്റർ അല്ലേ. therefore this is equal to 250 minus 150 divided by 2 0. therefore this is 100 by 2. so 50 ആണ് അതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് അതിന്റെ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ടോമാക്സ് ഇൻപ്ലെയിൻ ആണ്. മാക്സിമം ഇൻപ്ലെയിൻ ഷിയർ സ്ട്രെസ് which is equal to sigma 1 minus sigma 2 by 2 or it is equal to 250 minus 150. so 250 plus 150 by 2. this is 400 by 2, 200 megapascal. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഒരു ഒരു സർക്കിള് മോർ സർക്കിള് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. കൺസിഡർ ദിസ് സർക്കിൾ. ഈ സർക്കിളില് ഇനി എനിക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. സെന്റർ എന്ന് പറയുന്നത് 50,0. 50,0 ആണ് സെന്റർ. ഇനി നമുക്ക് അതിന്റെ ആക്സിസ് ഒന്ന് മാർക്ക് ചെയ്യാം. ആക്സുകൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്ട്രെസിന്റെ ആക്സിസ് ആണ്. ദിസ് ഇസ് ദ സെന്റർ.
ഇനി വൈ ആക്സിസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വൈ ആക്സിസ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സെൻട്രൽ കൂടെ അല്ല എന്ത് വരേണ്ടത്, ഇത് 0. നമ്മൾ എക്സ് ആക്സും വൈ ആക്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്, അത് 0,0 ഒറിജിൻ ആണ്. അപ്പൊ ഒരു സെർട്ടൺ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും വൈ ആക്സിസ് പാസ് ചെയ്യുക. അതായത് 50 എക്സ് കോർഡിനേറ്റ് വരുന്ന രീതിയിലായിരിക്കും വൈ ആക്സിസ് പാസ് ചെയ്യുക. അല്ലാതെ ഇതിൽ കൂടെ വരയ്ക്കരുത്, അത് തെറ്റാണ്. അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0,0. ഇനി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്, മോർ സർക്കിൾ എവിടെയാണോ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത് അതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ. സോ ദിസ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് 250 MPa ടെൻസൈൽ സൈഡില്. ദിസ് ഈസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് -150 MPa കംപ്രസീവ് സൈഡിൽ. ഇനി നമുക്ക് അറിയേണ്ടത് 200 MPa നോർമൽ സ്ട്രെസ് ഉള്ള ഒരു പ്ലെയിനിലെ ഷിയർ സ്ട്രെസ് ആണ്. ഇപ്പൊ നോർമൽ സ്ട്രെസ്സുകൾ നമ്മൾ എക്സ് ആക്സിലും ഷിയർ സ്ട്രെസ്സുകൾ വൈ ആക്സിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ സ്ട്രെസ്സുകൾ എക്സ് ആക്സിലായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൽ 200 MPa വരുന്ന രീതിയിൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ദിസ് ഈസ് 200 MPa. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണല്ലോ ആ ടോ തീറ്റ എന്ന് പറയുന്ന നമ്മുടെ വാല്യൂ. ഓക്കെ, നമ്മൾ 200 MPa എടുക്കുമ്പോൾ നമുക്ക് ആ പ്ലെയിൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പ്ലെയിൻ. ഈ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതാണെന്ത്, അതിന്റെ നോർമൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യാം. അതിന്റെ സെന്ററും ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുന്നതാണ്. ഇതിൽ ഇത്രയും ഡിസ്റ്റൻസ് ആണെന്ത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിനിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 200 MPa. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആണ്. അതും നമുക്ക് ഓൾറെഡി 200 MPa ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബേസ് എന്തായിരിക്കും? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് ടോട്ടൽ 200 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 50 അല്ലേ? ആ സെന്ററിലേക്കുള്ള കോർഡിനേറ്റ് അല്ലേ? therefore this is nothing but 200 minus 50 which is 150. അപ്പൊ നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസും ഹൈപ്പോട്ടന്യൂസും കിട്ടി. ദിസ് ഈസ് 150 ആൻഡ് ദിസ് ഈസ് 200. therefore this ടോ തീറ്റ കാണാനായിട്ട് എന്ത് ചെയ്യാം? ടോ തീറ്റ is equal to square root of 200 square minus 150 square. What is equal to square root of 4 into 50 whole square minus 3 into 50 whole square. Therefore this is equal to 50 square വെളിയിലേക്ക് ഇതാണെങ്കിൽ it becomes 50. Square root of 16 minus 9 that is 7. Therefore 50 root 7 MPa ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. ഒറ്റ ആൻസർ ഏതേ ഉള്ളുവെങ്കിൽ അത് നേരിട്ട് ചെയ്യുക. കാരണം അത് എളുപ്പം നമുക്ക് കിട്ടി. പിന്നെ ഈ ഇത്രയും ചെയ്ത് സമയം കളയണ്ട. പക്ഷെ എങ്ങനെയാണ് ഈ ടോ തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അറ്റ് എ പോയിന്റ് ഇൻ എൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആർ 60 MPa ടെൻസൈൽ, 20 MPa ടെൻസൈൽ ആൻഡ് 50 MPa compressive. What is the volumetric strain considering the Young's modulus as 100 into 10⁻³ MPa and Poisson's ratio 0.3? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെയും എല്ലാ ഓപ്ഷൻസും വളരെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഫസ്റ്റ് നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിക്കാം. അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടണം. അപ്പൊ ആദ്യമേ തന്നെ ഇതൊരു 3D സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണത്? നമുക്ക് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളുണ്ട്. അവരെങ്ങനെയാണ് ഒരു ഓർഡറിൽ എടുക്കുക? മേജർ, ഇന്റർമീഡിയറ്റ്, മൈനർ എങ്ങനെയാണ് എടുക്കുന്നത് ചോദിച്ചാൽ നിങ്ങളൊരു നമ്പർ ലൈൻ മാർക്ക് ചെയ്യുക. ഇതിന് നടുക്ക് 0 മാർക്ക് ചെയ്യുക. ഇനി 60 MPa ടെൻസൈലൊക്കെ പോസിറ്റീവ് സൈഡിൽ മാർക്ക് ചെയ്യുക. 20 MPa ഇവിടെ മാർക്ക് ചെയ്തു. -50 എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് σ1, σ2, σ3 കൊടുക്കാം. അപ്പൊ നമുക്ക് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ കറക്റ്റ് ഓർഡറിൽ കിട്ടി. σ1, σ2, σ3. ഓക്കെ, ഇവിടെ 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ σ1, σ2, σ3 കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ വോളിയോമെട്രിക് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3 ഡയമെൻഷണൽ എലമെന്റ് ഞാൻ വരയ്ക്കുകയാണ്. ഇതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് σ1, σ2, σ3 ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാനിപ്പോ തൽക്കാലത്തേക്ക് അല്ല, നമുക്കൊരു ജനറൽ ഇക്വേഷൻ വേണം വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടാനായിട്ട്. അപ്പൊ ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെസ്സുകളാണ്. എല്ലാം ഞാൻ ടെൻസൈൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിനിന്റെ ജനറൽ ഫോർമുല സം ഓഫ് നോർമൽ സ്ട്രെയിൻസ്
ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലുള്ള നോർമൽ സ്ട്രെയിൻസിന്റെ സം ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ജനറലി പറയുകയാണെങ്കിൽ എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ്. ഇത് മൂന്നും പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ള സ്ട്രെയിൻസിന്റെ സം ആയിരിക്കും എന്ത് ഈ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, സോറി വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ പ്രിൻസിപ്പൽ സ്ട്രെയിനും എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാം, അതാണ് ജനറലൈസ്ഡ് ഹുക്സ് ലോ. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫോർമുല. എപ്സിലോൺ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ എക്സ് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ വൈ ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ സെഡ് ബൈ ഇ, വേർ മ്യൂ ഇസ് ദ പോയിസൺസ് റേഷ്യോ. സോ എപ്സിലോൺ 1, അതായത് 1 എന്ന് പറയുന്ന ആ നോർമൽ സ്ട്രെസ്സിന്റെ ഡയറക്ഷനിൽ മാത്രമുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ മാത്രം സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ പോരാ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെസ് കൂടെ ഈ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് പോയിസൺസ് ഇഫക്റ്റ്. സോ ആ പോയിസൺസ് ഇഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ആണ് ജനറലൈസ്ഡ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ എപ്സിലോൺ 1 is equal to സിഗ്മ 1 by e minus mu sigma 2 by e minus mu sigma 3 by e. ഇനി ഇതിലെ 1 മാറ്റി 2 ആക്കുക, 2 മാറ്റി 3 ആക്കുക, 3 മാറ്റി 1 ആക്കുക. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് എഴുതി പോയി കഴിഞ്ഞാൽ എപ്സിലോൺ 2 is equal to സിഗ്മ 2 by e minus mu sigma 3 by e minus mu sigma 1 by e. അടുത്തത് എന്തായിരിക്കും? എപ്സിലോൺ 3. എപ്സിലോൺ 3 is equal to സിഗ്മ 3 by e minus mu sigma 1 by e minus mu sigma 2 by e. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ 1 പ്ലസ് എപ്സിലോൺ 2 പ്ലസ് എപ്സിലോൺ 3 ആയിരിക്കും. ഇത് ആഡ് ചെയ്യുമ്പോൾ കണ്ടോ, ആ മ്യൂ ഇല്ലാത്ത ആദ്യത്തെ 3 ടേംസുകൾ ആഡ് ആവും. അതിലെല്ലാത്തിലും ഈ ഡിനോമിനേറ്റർ ഉണ്ട്. സോ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ബൈ ഇ എന്ന് കിട്ടി. ഇനി അടുത്ത ടേംസിലൊക്കെ കണ്ടോ, ഇവിടെ ഒരു മൈനസ് മ്യൂ സിഗ്മ 1 ബൈ ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് മ്യൂ സിഗ്മ 1 ബൈ ഉണ്ട്. അതുകൊണ്ട് മൈനസ് 2 മ്യൂ സിഗ്മ 1 ബൈ. ഇവിടെ ഒരു മൈനസ് മ്യൂ സിഗ്മ 2 ബൈ, ഇവിടെയും ഒരു മൈനസ് മ്യൂ സിഗ്മ 2 ബൈ. സോ മൈനസ് 2 മ്യൂ സിഗ്മ 2 ബൈ മൈനസ് 2 മ്യൂ സിഗ്മ 3 ബൈ. സോ കോമൺ ആക്കി എഴുതി കഴിഞ്ഞാൽ മൈനസ് 2 മ്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. നെഗറ്റീവ് ഞാൻ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് ടേമിലും സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്നുള്ളത് കോമൺ ആണ്. ദെയർഫോർ ഡിനോമിനേറ്റർ സെയിം ആണ്. ദെയർഫോർ സിംപ്ലി ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 2 മ്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ വോളിയോമെട്രിക് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ് സിഗ്മ 1 മൈനസ് 2 മ്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇനി 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രെസ്സുകൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളായിട്ടല്ല തന്നിരിക്കുന്നത് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് എന്നുള്ള ഫോമിലാണെങ്കിലും ഇവിടെ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ ആയതുകൊണ്ട് അതിന്റെ ടേംസ് ഞാൻ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ദിസ് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ വോളിയോമെട്രിക് സ്ട്രെയിൻ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പ്രകാരം സിഗ്മ 1 എന്ന് പറയുന്നത് 60 ആണ്, സിഗ്മ 2 എന്ന് പറയുന്നത് 20 ആണ്, സിഗ്മ 3 എന്ന് പറയുന്നത് മൈനസ് 50 ആണ്. Therefore എപ്സിലോൺ ബി is equal to 1 minus 2 into 0.3 divided by 100 into 10 raised to 3 into 60 plus 20 minus 50. So this is equal to 1 minus 0.6, that is 0.4. So 0.4 by 100 into 10 raised to 3 into this becomes 80 minus 50, 30. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്യണ്ട. ഇവിടെ ബാക്കി എല്ലാം 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. ഈ 4 into 3 മാത്രമേ വരുന്നുള്ളൂ, വിച്ച് ഇസ് 12. അപ്പൊ 12ൽ തുടങ്ങുന്ന ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്കാൻ, അതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്യാൻ നിൽക്കരുത്, സമയം കളയരുത്. ആ 12ൽ തുടങ്ങുന്നത്, ഇപ്പൊ ഇവിടെയും 1.2 എന്നായിരുന്നെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, 1.2 എന്ന് തുടങ്ങുന്ന ഒരു ആൻസറേ ഉള്ളൂ, അല്ലെങ്കിൽ 12ൽ തുടങ്ങുന്ന ഒരു ആൻസറേ ഉള്ളൂ, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സമയം ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്, അത് സേവ് ചെയ്യാനായിട്ട് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാൻഡിലിവർ ബീം 2 meter length supports a triangularly distributed load over its entire length, the maximum of which is at the free end. Total load is 37.5 kilonewton. What is the bending moment at the fixed end? Okay, അപ്പൊ ഒരു കാൻഡിലിവർ ബീം ആദ്യം വരയ്ക്കാം.
ഇതിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. ഇതിൽ ഒരു UVL ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫ്രീ എൻഡിൽ മാക്സിമം വരുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് എൻഡിൽ 0. ഇനി ഇവിടെ നമ്മൾ സാധാരണ UVLന്റെ ലോഡ് പറയാറുള്ളത് ഒന്നുകിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm എന്നൊക്കെയാണ്. അത് അതിന്റെ ഇന്റൻസിറ്റി ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ കിലോ ന്യൂട്ടണിലാണ്. അതിനർത്ഥം ഈ UVLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വാലന്റ് പോയിന്റ് ലോഡ് ആണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ UVLന്റെ വാല്യൂ ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി എങ്ങനെയാണ് ഒരു UVLനെ നമുക്ക് ഒരു പോയിന്റ് ലോഡ് ആക്കി മാറ്റാൻ പറ്റുക? ഹാഫ് ഇൻറ്റു W ഇൻറ്റു L. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇനി എവിടെയാണ് അത് ലോഡ് ആക്ട് ചെയ്യുന്നത്? എക്സാക്ട്ലി സെൻട്രോയിഡിൽ. സെൻട്രോയിഡ് എന്ന് വെച്ചാൽ മാക്സിമം ലോഡിൽ നിന്ന് 1/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എന്നാൽ ഫിക്സഡ് എൻഡിൽ നിന്ന്, ഈ കേസിലെ ഫിക്സഡ് എൻഡിൽ നിന്ന് 2L/3. Therefore ഇതിൽ കൂടെ 37.5 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് 2L/3 എടുക്കണം. അതായത് ടോട്ടൽ ലെങ്ത്തിന്റെ 2/3 ലെങ്ത് ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട്. Therefore this is equal to what? 4/3. 4/3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഫിക്സഡ് എൻഡ്? 37.5 into 4/3. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ട്വൈസിന്റെ ട്വൈസ് എടുക്കാം. 37.5ന്റെ ട്വൈസ് 75, അതിന്റെ ട്വൈസ് 150. 150/3 ഈസ് 50. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. 50 തുടങ്ങുന്ന ഒറ്റ ആൻസർ അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ 10�6 ആണോ ഇതാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആകെ ആ നമ്പർ ന്യൂമറിക്കൽ വാല്യൂ മാത്രം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. 50 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A steel column is pinned at both ends and has a buckling load of 250 kilonewton. If the column is restrained against lateral movement at its mid height, its buckling load will be. അതായത് ഒരു കോളത്തിന്റെ സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ, ഒരു കോളം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണ്. ഇതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് π² EI minimum by L² ആണ്. ജനറൽ എക്സ്പ്രഷൻ ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഒരു സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷനിലെ കോളത്തിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ ലെങ്ത് തന്നെയാണ്. ഈ കേസിലെ വാല്യൂ നമുക്ക് 250 കിലോ ന്യൂട്ടൺ ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതേ കോളത്തിന്റെ രണ്ട് എൻഡും ഹിഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് ലാറ്ററൽ മൂവ്മെന്റ് അറ്റ് ദ എക്സാക്ട് മിഡ് ലെങ്ത്, ഓക്കെ, മിഡ് ഹൈറ്റിൽ അതിന്റെ ലാറ്ററൽ മൂവ്മെന്റ് ഞാൻ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കോളം എങ്ങനെയായിരിക്കും ബക്കിളാവുക? ഇത് ബക്കിളാവുന്ന ഇങ്ങനെയായിരിക്കും, S ഷേപ്പ് പോലെ ആയിരിക്കും ബക്കിളാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ ഹാഫും ഒരു സ്റ്റാൻഡേർഡ് കോളം ബക്കിളാകുന്ന പോലെ ആയിരിക്കും ബക്കിളാവുന്നത്. അതുകൊണ്ട് അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എത്രയായിരിക്കും? L/2 ആയിട്ട് മാറും. ഇഫക്റ്റീവ് ലെങ്ത് നേരെ പകുതി ആയി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ലോഡ് എത്രയായിട്ട് മാറും? 4 times ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ആൻസർ 250 into 4 ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 1000 കിലോ ന്യൂട്ടൺ. ഓക്കെ, therefore the answer is 1000 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An overhanging beam ABC is supported at points A and B as shown in the figure. The maximum bending moment and the point where it occurs is. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സിംഗിൾ ഓവർഹാങ്ങിങ് ബീം ആണ്. ലോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ ഇത് എത്രയാണ് അതിന്റെ വാല്യൂ എന്ന് അറിയണം. അഗെയിൻ ഞാൻ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 6 കിലോ ന്യൂട്ടണിൽ തന്നെ തുടങ്ങുന്ന 2 ആൻസർ ഉണ്ട്, 4.5 തുടങ്ങുന്ന 2 ആൻസർ ഉണ്ട്. അപ്പൊ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ബെൻഡിങ് മൊമെന്റ് വരെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ഒന്ന് എഴുതി നോക്കാം. വിച്ച് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് എപ്പോഴാണോ മാക്സിമം ആകുന്നത് കറസ്പോണ്ടിങ് പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും എന്നൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. എന്നിട്ട് എവിടെയാണ് ഷിയർ ഫോഴ്സ് 0 വരുന്നതെന്ന് നോക്കാം. അവിടേക്കുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് നോക്കാം. അപ്പൊ ഇതൊരു ഓവർഹാങ്ങിങ് ബീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം ഉപയോഗിക്കരുത്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് വരച്ചു കൊടുക്കാനല്ലേ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മൊമെന്റ് അബൌട്ട് B0 കൊടുക്കാം. എനിക്ക് ലെഫ്റ്റിലെ സപ്പോർട്ട് റിയാക്ഷൻ കിട്ടാനായിട്ട് മൊമെന്റ് അബൌട്ട് B കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു സപ്പോർട്ട് റിയാക്ഷൻ കാണിക്കുകയാണ് RA, ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ RB. അപ്പൊ എത്രയായിരിക്കും വാല്യൂ? RA into 2 minus 2 into 1 minus plus 6 into 1 is equal to 0. അതുകൊണ്ട് 2RA is equal to 2 minus 6. Therefore RA is equal to, ഇത് എത്രയായിരിക്കും? -4 അല്ലേ വരിക. -4/2 it is -2 കിലോ ന്യൂട്ടൺ.
അതിനർത്ഥം ആർ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെയല്ല, മുകളിലേക്കല്ല, താഴേക്കാണ് 2 കിലോ ന്യൂട്ടൺ വരുന്നത്. അപ്പൊ 2 + 2 4, 4 + 6 10. അപ്പൊ ഇത് ആർ ബി എന്ന് പറയുന്നത് മുകളിലേക്ക് 10 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആർ ബി നമുക്ക് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എനിക്ക് 2 ആക്സിസുകൾ ആവശ്യമുണ്ട്. ഒന്നാമത് ഇതാണ് 2 ആക്സിസുകൾ. എക്സ് ആക്സിൽ അതിന്റെ ലെങ്ത്, വൈ ആക്സിൽ ഷിയർ ഫോഴ്സ്. ഞാൻ ആ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാണ്. ആ പോയിന്റ്സുകൾ എവിടെയാണ് ഈ ഗ്രാഫിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്തു. എനിക്ക് ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലേക്ക് വരയ്ക്കാം. എന്ന് വെച്ചാൽ ഇവിടെ 2 കിലോ ന്യൂട്ടൺ താഴേക്കല്ലേ, ആ 2 കിലോ ന്യൂട്ടൺ ഞാൻ താഴേക്ക് എടുത്ത് വരച്ചു. 2 കിലോ ന്യൂട്ടൺ വരച്ചു. ഇനി 2 പോയിന്റ് ലോഡുകൾക്കിടയ്ക്ക് ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് ഇതുവരെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വരച്ചു. ഇവിടെ എത്തി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 കിലോ ന്യൂട്ടൺ താഴേക്ക് തന്നെയാണ്. അപ്പൊ താഴേക്ക് വീണ്ടും 2 കിലോ ന്യൂട്ടൺ ജമ്പ് ചെയ്യണം. സോ അത് ഇഫക്റ്റീവ്ലി അവിടെ 4 കിലോ ന്യൂട്ടൺ ആയിട്ട് മാറി. അഗൈൻ വീണ്ടും 2 പോയിന്റ് ലോഡുകളാണ് അടുത്ത സപ്പോർട്ട് വരെ. സോ പോയിന്റ് ലോഡുകൾ വരെ ഞാനത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇനി നേരെ 10 കിലോ ന്യൂട്ടൺ ആണ്. 10 കിലോ ന്യൂട്ടണിൽ നേരെ ജമ്പ് ചെയ്യണം. അപ്പോ ലോഡ് മുകളിലേക്കല്ല നിൽക്കുന്നത്, മുകളിലേക്ക് 10 കിലോ ന്യൂട്ടൺ -4 നിന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയിലേക്ക് എത്തും? 6 എത്തും. +6 കിലോ ന്യൂട്ടണിലേക്ക് എത്തും. ദെൻ വീണ്ടും കോൺസ്റ്റന്റ് -6 0. ഇങ്ങനെയാണ് നിങ്ങളുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ഇവിടെ ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് 0 ആകുന്ന പോയിന്റ് ഏതാണ്? സപ്പോർട്ടിലാണ്. അപ്പൊ നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ആ സപ്പോർട്ടിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നത്. അപ്പോൾ 6 കിലോ ന്യൂട്ടൺ ഇൻറ്റു ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പം ഈ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യല്ലേ, 6 ഇൻറ്റു ദിസ് വാല്യൂ വിച്ച് ഈസ് 1. സോ 6 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും അറ്റ് റൈറ്റ് സപ്പോർട്ടിലായിരിക്കും മാക്സിമം വാല്യൂ. ഓക്കെ, therefore the answer is 6 കിലോ ന്യൂട്ടൺ മീറ്റർ അറ്റ് ദ റൈറ്റ് സപ്പോർട്ട്. ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഒരു സിമ്പിൾ പോയിന്റ് ലോഡുകളൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ എ ബീം ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. If the bending moment at B is -9 kilonewton meter, then the bending moment at C is. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. Rate of change of bending moment is equal to shear force. Therefore, dm is equal to f dx. Integrate ചെയ്ത് കഴിഞ്ഞാൽ integral 1 to 2 m dm is equal to integral 1 to 2 f dx. Integral 1 to 2 f dx എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഏരിയ അണ്ടർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ 1 and 2. ഏതൊരു XY ഗ്രാഫിൽ ഇന്റഗ്രൽ 1 to 2 ydx എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ 1നും 2നും ഇടയ്ക്കുള്ള ഏരിയ ആണ്. അതുപോലെ ഇന്റഗ്രൽ 1 to 2 f dx, y ആക്സിൽ ഷിയർ ഫോഴ്സും x ആക്സിൽ ബീമിന്റെ ലെങ്ത്തും വരുന്നതാണല്ലോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഇന്റഗ്രൽ 1 to 2 f dx എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ 1 and 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു m2 - m1. അതായത് ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ്. ചുരുക്കം പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയിരിക്കും, 2 സെക്ഷൻസ് 1ഉം 2 ഉണ്ടെങ്കിൽ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് m2 - m1 ആയിരിക്കും. ഈ 2 സെക്ഷൻസിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡിഫറൻസ് ആയിരിക്കും. ഈ ഒരു റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി നമുക്ക് തന്നിട്ടുണ്ട് -9. അപ്പൊ ബിക്കും സിക്കും ഇടയിലുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഇടയിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി എഫ് ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? MC - MB കിട്ടും. MC - MB. വാട്ട് ഈസ് ദിസ് ഏരിയ? ഇതൊരു ട്രയാങ്കുലർ ഏരിയ അല്ലേ, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ ദാറ്റ് ഏരിയ ബിറ്റ്വീൻ BC is equal to half into this maximum value is 14 into 7. So 7 into 7 it is 49 kilonewton meter ആണ് അതിന്റെ ഏരിയ വരുന്നത്, which is equal to MC - MB. നമുക്ക് വേണ്ടത് MC അല്ലേ. സോ MC is equal to 49 plus MB, or it is equal to 49 MB എന്ന് പറയുന്നത് -9 ആണ്. സോ +-9. സോ this is equal to 40 kilonewton meter. So therefore the answer is A. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി. സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. എവിടെയാണോ ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആകുന്നത് അവിടെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ഏരിയ അണ്ടർ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ 2 സെക്ഷൻസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ ദീസ് 2 സെക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ 12 cm wide, 20 cm deep is simply supported over a span of 12 meter. It is acted upon by a concentrated load of 80 kilonewton at the mid span.
the maximum bending stress induced is. Okay. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് നമുക്കുള്ളത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ വിഡ്ത്ത്, 20 സെന്റിമീറ്റർ ഡീപ്പ്, ഇതാണ് തന്നിരിക്കുന്നത്. ദിസ് എ ക്രോസ് സെക്ഷൻ. 12 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. ഇറ്റ് ഈസ് ആക്ടഡ് അപ്പോൺ ബൈ ലോഡ് ഓഫ് 80 kilonewton അറ്റ് ദ മിഡ് സ്പാൻ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു 80 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരിക. ആൻഡ് ദിസ് വാല്യൂ ഈസ് WL/4. ഇത് സ്റ്റാൻഡേർഡ് ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരിക. WL/4. UDL ആണെങ്കിൽ WL²/8. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 80 into 12 divided by 4, which is 40 into 12. This is 20. So 20 into 240. 240 kilonewton meter ആണ് വരുന്നത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വാല്യൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള സെക്ഷൻ കണ്ടുപിടിച്ചത്? നമുക്ക് വേണ്ടത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഏത് ക്രോസ് സെക്ഷനിലാണെങ്കിലും ബെൻഡിങ് സ്ട്രെസ് മാക്സിമം വരുന്നതിന്റെ ഔട്ടർ ലെയേഴ്സിലായിരിക്കും. ആൻഡ് ദാറ്റ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസ് ഗിവൺ ബൈ M/Z, where Z is the section modulus, അല്ലെ? അപ്പൊ എവിടെയാണ് ഈ മാക്സിമം വാല്യൂ മാക്സിമം ആവുന്നത്? ഏത് ലെയറിലായിരിക്കും അല്ലെങ്കിൽ ഏത് ക്രോസ് സെക്ഷനിലായിരിക്കും ആ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആവുന്നത്? ഒബ്വിയസ്ലി ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. കാരണം ഇതൊരു യൂണിഫോം പ്രിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ബീമാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ മോഡുലസ് വാരി ചെയ്യില്ല. വാട്ട് ഈസ് എ സെക്ഷൻ മോഡുലസ്? BD²/6. അപ്പൊ ത്രൂ ഔട്ട് സെക്ഷൻ മോഡുലസ് ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇനി എനിക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ വരുന്നത് ആ സെക്ഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലായി ഈ മിഡ് പോയിന്റിലെ സെക്ഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അതുകൊണ്ട് അതിന്റെ ഔട്ടർ ലെയേഴ്സിലായിരിക്കും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടായിരിക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് M/Z ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് അത് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ Z ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. B എന്ന് വെച്ചാൽ എത്രയാണ്? 12 into 20²/6. അപ്പൊ ഇത് ട്വൈസ് ആണ്. 20² 400. സോ 800 സെന്റിമീറ്റർ ക്യൂബ് ആണ് അതിന്റെ Z ആയിട്ട് വരുന്നത്. ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു M എന്ന് പറയുന്നത് 240 into 10�3 into 10�3. ഇത്രയും ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ, എനിക്ക് ഇതിന് മില്ലിമീറ്റർ ആക്കണം. അപ്പൊ നമുക്കറിയാം 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 10�3 മില്ലിമീറ്റർ ക്യൂബ് ആയിരിക്കും. സോ 800 into 10�3 മില്ലിമീറ്റർ ക്യൂബ്. അപ്പൊ ഉണ്ടോ ന്യൂട്ടൺ പെർ mm², അതായത് മെഗാ പാസ്കലിന്റെ ഡയറക്റ്റ് ആൻസർ കിട്ടി. ഇനി ഇത് ഫുള്ള് സോൾവ് ചെയ്ത് ഞാൻ അഗൈൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24/8 3 എന്നുള്ള നമ്പർ തുടങ്ങുന്ന ഒറ്റ ആൻസർ നമ്മുടെ കയ്യിലുള്ളൂ. therefore that is our answer. കണ്ടോ? 300 മെഗാ പാസ്കൽ. കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്യരുത്. ഇനി നിങ്ങൾ ഈ കൺവേർഷൻ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ തന്നെ കിട്ടിയ ആൻസർ 240, ഇവിടെ 800. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് 3 കിട്ടി. 3 തുടങ്ങുന്ന ഒറ്റ ആൻസർ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ. ഇനി 330.3 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ എപ്പോഴും. കാരണം ഓപ്ഷൻസ് ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യാന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാതും ഫോഴ്സുകളൊക്കെ ന്യൂട്ടണിലേക്ക് മാറ്റുക, ഡയമെൻഷൻസ് ഒക്കെ മില്ലിമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്ടൺ പെർ mm², അതായത് ഡയറക്റ്റ് ആയിട്ട് മെഗാ പാസ്കൽ ആൻസർ കിട്ടും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum shearing stress induced in the beam section at any layer at any position along the beam length as shown in the figure is equal to. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ് ചെയ്തതെങ്കിൽ ഇവിടെ മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് ആണ്. ഒരു കാൻഡിലിവർ ബീമിന്റെ എൻഡിലെ 2000 kgf ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. 200 മില്ലിമീറ്റർ ഡെപ്തും 50 മില്ലിമീറ്റർ വിഡ്ത്തും ആണ് അതിനുള്ളത്. ഈ കാൻഡിലിവർ ബീമിന്റെ ഇതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചാൽ നമുക്കറിയാം ഇതൊരു സ്റ്റാൻഡേർഡ് കേസ് ആണ്. ഒരു റെക്ടാങ്കുലർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ത്രൂ ഔട്ട് ക്രോസ് സെക്ഷനിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ലെങ്ത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. 2000 തന്നെയായിരിക്കും വാല്യൂ. ഇതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് ഈ കേസിൽ. അതായത് ഏത് സെക്ഷൻ എടുത്താലും ഇവിടെ ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ഷിയർ ഫോഴ്സ്, അതാണ് ട്രാൻസ്ഫർ ഷിയർ സ്ട്രെസ് നമ്മൾ പറഞ്ഞത്. ഈ കേസിൽ ഒരു പാരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരിക നമുക്കറിയാം. ആൻഡ് ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ അറ്റ് ദ ന്യൂട്രൽ ആക്സിസ് is given by 3/2 times average shear stress, where average shear stress is simply shear force divided by area. അപ്പൊ എവിടെയാണോ മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത് അവിടെ ആവറേജ് ഷിയർ സ്ട്രെസ് മാക്സിമം വാല്യൂ ആയിരിക്കും.
കറസ്പോണ്ടിങ് മാക്സിമം വാല്യൂ മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആക്സിസിൽ ഏത് സെക്ഷനിലാണ് മാക്സിമം വരുന്നതെന്ന് അറിയാനായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഉപയോഗിക്കാം. ഇനി ഈ പർട്ടിക്കുലർ കേസിൽ എല്ലായിടത്തും ഒരേ ഷിയർ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരേ ആവറേജ് ഷിയർ സ്ട്രെസ് ആയിരിക്കും, എല്ലായിടത്തും ന്യൂട്രൽ ആക്സിസിൽ ഒരേ മാക്സിമം വാല്യൂ തന്നെ ആയിരിക്കും. ഇനി ഇതിൽ ഒരു UDL ഒക്കെയാണ് വരുന്നതെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ഡയഗ്രം ആയിരിക്കും, അപ്പോൾ ഫിക്സഡ് എൻഡിലാണ് മാക്സിമം വരുന്നത്. അപ്പൊ ലോഡിങ്ങിനനുസരിച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് വേണം അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ കേസിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. therefore ആവറേജ് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിംപ്ലി 2000 ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആൻസർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്, ഡയമെൻഷൻസ് ഇവിടെ മില്ലിമീറ്ററിലാണ്. സോ 20 സെന്റിമീറ്റർ ഇൻറ്റു 5 സെന്റിമീറ്റർ. therefore ഇത് 100 ആണ്. സോ ഇറ്റ് ഈസ് 20 kgf per സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇനി ഇതിന്റെ 3/2 ടൈംസ് എടുക്കുക. അപ്പൊ 3/2 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ തന്നെ 30 ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, therefore the answer is 30. Next question, a beam AB simply supported at its ends A and B 3 meter long carries UDL of 1 kilonewton per meter over its entire length and a concentrated load 3 kilonewton at 1 meter from A. If ISJB 150 with IXS 300 cm/4 is used for the beam, the maximum value of bending stress is. Okay, ISJB അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ സ്റ്റാൻഡേർഡ് കോഡുകളാണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ്. നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലത്തിന്റെ പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾ ആദ്യം ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. അതല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ച് എവിടെയാണ് ഷിയർ ഫോഴ്സ് 0 ആകുന്നത് ആ ലൊക്കേഷനിലായിരിക്കും ബെൻഡിങ് സ്ട്രെസ്, ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കാം, അവിടുത്തെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കാം. സപ്പോർട്ട് റിയാക്ഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. RA ആൻഡ് RB ആണ് സപ്പോർട്ട് റിയാക്ഷൻസ് എങ്കിൽ നെറ്റ് മൊമെന്റ് അബൌട്ട് B ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ RA ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 2 മൈനസ് ഈ UDL നെ പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു 3 കിലോ ന്യൂട്ടൺ വരും. അത് എക്സാക്ട്ലി 1.5 ഡിസ്റ്റൻസിലാണ്. അപ്പൊ 3 ഇൻറ്റു 1.5 ഇസ് ഈക്വൽ ടു 0. therefore 3 RA is equal to 3 into 1.5 is 4.5. 4.5 plus 6 is 10.5. 10.5 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. 3.5 കിലോ ന്യൂട്ടൺ ആണ് RA. അങ്ങനെയാണെങ്കിൽ RB എന്ന് പറയുന്നതായിരിക്കും RB is equal to 3 plus 3 minus RA, that is 3.5, that is 2.5 കിലോ ന്യൂട്ടൺ ആണ് അതിന്റെ RB എന്ന് പറയുന്ന ലോഡും വരും. ഇത് രണ്ട് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ചെയ്തു തീർക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. This is x axis, this is shear force. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അപ്പൊ ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോൾ ഇതൊരു UDL ആക്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അപ്പൊ UDL ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടായിരിക്കും ഷിയർ ഫോഴ്സ് വരിക. അഗൈൻ ലെഫ്റ്റിൽ നിന്ന് വരച്ചു തുടങ്ങുമ്പോൾ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലേക്ക് ഞാൻ വരച്ചു. RA എന്നുള്ളത് 3.5 ആണ്. അപ്പൊ 3.5 കിലോ ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് എടുത്ത് വരച്ചു. അതിനുശേഷം ഒരു ഈ റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കുക. അപ്പൊ RB എന്നുള്ളത് 2.5 മുകളിലേക്കല്ലേ, അപ്പൊ 2.5 താഴേക്ക് വരച്ചു. ഇനി അപ് ടു ദിസ് പോയിന്റ് C വരെ A നും C നും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതായത് A മുതൽ C വരെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. കോൺസ്റ്റന്റ് വാല്യൂ അല്ല, ഇൻക്ലൈൻഡ് വേരിയേഷൻ ആയിരിക്കും. സോ B മുതൽ C വരെയും ഒരു ഇൻക്ലൈൻഡ് വേരിയേഷൻ ആയിരിക്കും. മാത്രമല്ല ഈ C എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 3 കിലോ ന്യൂട്ടൺ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സഡൻ ജമ്പ് കാണണം. ലെഫ്റ്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ അത് താഴേക്കായിരിക്കും ജമ്പ്, റൈറ്റിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ മുകളിലേക്കായിരിക്കും ജമ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ C എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? മുകളിലേക്കുള്ള 3.5 മൈനസ് ഇത്രയും ഭാഗത്തുള്ള UDL നെ പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ 1 into 1 ആയിരിക്കും. therefore 2.5 കിലോ ന്യൂട്ടൺ ആണ് അവിടുത്തെ ഷിയർ ഫോഴ്സ്. therefore 1.5 നിന്ന് 2.5 വന്നു. ഇനി സഡൻ ആയിട്ട് 3 ജമ്പ് ചെയ്യണം. 3 താഴേക്ക് ജമ്പ് ചെയ്യുമ്പോൾ 2.5 ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0-ലെത്തി. ഇനി ഒരു 0.5 കൂടെ ജമ്പ് ചെയ്യണം. അത്രയും ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3, അതായത് 2.5 മൈനസ് 3 വിച്ച് ഇസ് 0.5. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലീനിയർ വേരിയേഷൻ ആയിട്ട് ജോയിൻ ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഷിയർ ഫോഴ്സ്. ഇത് 0.5. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു C എന്ന് പറയുന്ന പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് 0 ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് RA ഇൻറ്റു ജസ്റ്റ് അവിടേക്കുള്ള മൊമെന്റ് എടുത്താൽ മതി.
ആർ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അത് സാഗിങ് മൊമെന്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 3.5 into 1 മൈനസ് ഈ 2.5 സോറി, ഇനി ഇവിടെ പോയിന്റ് ലോഡ് വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1 ആണ്. 1 into ദിസ് ഡിസ്റ്റൻസ് ഈസ് 0.5. സോ മൈനസ് 1 into 0.5. ഇതാണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 3.5 മൈനസ് 0.5 ഇസ് ഇറ്റ് ഈസ് 3. സോ 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിട്ട് വരുന്നത് 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ വൺസ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് 3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഫോർമുല M/Z ആണ്. ഇതിൽ ISJB 150 എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ആയിരിക്കും. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് നിന്ന് മാക്സിമം ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ്? Ymax എന്ന് പറയുന്നത് 75 മില്ലിമീറ്റർ ആണ്. സോ M/Z പകരം ഞാൻ M into Ymax by I തന്നെ എഴുതാണ്, കാരണം ആ ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Therefore 3 കിലോ ന്യൂട്ടനെ മാറ്റിയിട്ട് ഞാൻ into 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കി. Y എന്നുള്ളത് എത്രയാണ്? 75 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ IXX is 300. അഗെയിൻ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത പോലെ തന്നെ നമുക്ക് ആകെ ഒരു നമ്പർ വരുന്നത് 75 ആണ്. Therefore the answer is 75 MPa. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കിയെല്ലാം 10ന്റെ പവേഴ്സ് ആണ്, അതൊക്കെ അവിടുന്ന് വിട്ടേക്കാം. സോ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 75 MPa എന്നുള്ള ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diameter of shaft A is twice the diameter of shaft B and both are made of the same material. Assuming both the shafts to rotate at the same speed, the maximum power transmitted by B is same half 1/8 1/4. അപ്പോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പോണന്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ടോർഷൻ ഫോർമുല T/J ഈക്വൽസ് ടോ മാക്സ് ബൈ ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ സിംപ്ലി ടോ ബൈ ആർ. അപ്പൊ ഇവിടെ പവർ transmitted by a shaft is given by 2pi nt/60. That is, power is proportional to torque transmitted by the shaft. ഇവിടെ സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഷിയർ മോഡുലസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ റൊട്ടേറ്റ് അറ്റ് ദ സെയിം സ്പീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്നും സെയിം ആയിരിക്കും. അതുകൊണ്ട് ടി എന്ന് പറയുന്ന പാരാമീറ്ററാണ് പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അക്കോർഡിംഗ് ടു ടോർഷൻ ഫോർമുല ടി ഈസ് ഈക്വൽ ടു ടോ മാക്സ് ഇൻറ്റു J/R. J എന്ന് പറയുന്നത് ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിനെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് πd⁴/32. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടോ മാക്സ് ഇൻറ്റു πdq/16 എന്ന് വരും. πdq/16. That is, T is proportional to d cube. Torque that can be carried by the shaft is proportional to cube of diameter. അപ്പോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ പവറും ക്യൂബിന് പ്രപ്പോർഷൻ ആയിരിക്കും, ഡയമീറ്ററിന്റെ ക്യൂബിന് പ്രപ്പോർഷൻ ആയിരിക്കണ്ടേ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എയുടെ ഡയമീറ്റർ ട്വൈസ് ഡയമീറ്റർ ഓഫ് ബി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്ക് 8 ടൈംസ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബിക്ക് പറയുകയാണെങ്കിലോ 1/8 ഓഫ് എയുടെ 1/8 പവർ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യൂബിന് പ്രപ്പോർഷണൽ ആയിട്ടാണെന്നുള്ളത് ആലോചിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 solid shafts A and B are made of the same material. Shaft A is of 50 mm diameter and B is 100 mm diameter. Strength of shaft B is. Again, almost ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ ഗസ് ചെയ്യാം 8 times. ഇവിടെ സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ്. എത്ര ടോർക്ക് ഒരു ഷാഫ്റ്റിന് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ബീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇറ്റ് ക്യാൻ ക്യാരി. അപ്പോ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഈസ് പ്രപ്പോർഷൻ ടു സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഷാഫ്റ്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടോർക്ക് അല്ലെങ്കിൽ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഈസ് പ്രപ്പോർഷൻ ടു പോളാർ സെക്ഷൻ മോഡുലസ്. പോളാർ സെക്ഷൻ മോഡുലസ് ഡി ക്യൂബിന് പ്രപ്പോർഷൻ ആണ്. അതുകൊണ്ട് ദ സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ്, അപ്പൊ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്ന ടേം. അത് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്ചറൽ ടേംസിലുള്ള സെക്ഷൻ മോഡുലസ്, അതല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ കേസിലാണെങ്കിൽ ടോർഷണൽ സെക്ഷൻ മോഡുലസ് അല്ലെങ്കിൽ പോളാർ സെക്ഷൻ മോഡുലസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L is subjected to a concentrated load P at a distance of L/3 from the free end. What is the deflection of the free end of the beam? E is the flexural rigidity. ഇതൊരു ജനറൽ ഫോർമുല ആയിട്ട് പഠിച്ചു വയ്ക്കാം. നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിൽ നിന്ന് ഫ്രീ എൻഡിൽ
എൽ ഡിസ്റ്റൻസിലുള്ള ഫ്രീ എൻഡിൽ ഡബ്ല്യു എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഒരു ലോഡ് ഞാൻ കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈ ആണെങ്കിൽ, സപ്പോസ് ഈ പോയിന്റ് എ ആണെങ്കിൽ, ഡിഫ്ലക്ഷൻ അറ്റ് എ ഇസ് ഗിവൺ ബൈ പി എൽ ക്യൂ ബൈ 3EI ആൻഡ് തീറ്റ അറ്റ് എ ഇസ് ഗിവൺ ബൈ PL സ്ക്വയർ ബൈ 2EI. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലകൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അത് നമ്മൾ തിയറി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ചു വെക്കണം. ഇനി ഇതേ ഇക്വേഷൻ തന്നെ അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷൻ തന്നെ ഫ്രീ എൻഡിൽ നിന്ന് മാറി ഒരു സർട്ടൺ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫോർമുലയും സ്റ്റാൻഡേർഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർത്ത് വയ്ക്കാനുള്ള ഒരു മാർഗം അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് ബി ആണ് വേണ്ടതെങ്കിൽ, ഡിഫ്ലക്ഷൻ അറ്റ് എ ആണ് വേണ്ടതെങ്കിൽ, ഡിഫ്ലക്ഷൻ അറ്റ് ബി പ്ലസ് തീറ്റ അറ്റ് ബി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ അങ്ങനെ കിട്ടും. അത് എ ഡിസ്റ്റൻസിലാണ് ഫിക്സഡ് എൻഡിൽ നിന്ന് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഈസ് നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ് ഫോർമുല എല്ലിന് പകരം എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി. അത് സീറോ ഡിഫ്ലക്ഷൻ ഉള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പോയിന്റിലേക്കുള്ള അല്ലെങ്കിൽ പോയിന്റിലോട് അപ്ലൈ ചെയ്തിരിക്കുന്ന പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ് ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കും. Therefore this is PAQ by 3EA ആണ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. അതുപോലെ തന്നെ തീറ്റ അറ്റ് ബി എന്ന് പറയുന്നത് PA സ്ക്വയർ ബൈ 2EA ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ കാൻഡിലിവർ ബീം L/3 ഫ്രം ഫ്രീ എൻഡ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് P. സോ ദിസ് ഈസ് L/3, സോ ദിസ് ഈസ് 2L/3. അപ്പൊ നമ്മുടെ കേസിൽ ഇതാണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്. സോ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഇസ് ഈക്വൽ ടു PAQ by 3EI. അപ്പൊ 2L/3 all cube by 3EI പ്ലസ് ഇനി സ്ലോപ്പ് എത്രയാണ്? P2L/3 all square by 2EI ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു എൻഡ്സ്, അതായത് L/3. അതായത് എവിടെയാണോ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കാണേണ്ടത്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L/3. സോ ദിസ് ഇസ് ഈക്വൽ ടു 8/27 PL cube by 3EI plus 4/9 PL cube by 4/9 into ഇവിടെ 8 ആക്കി കഴിഞ്ഞാൽ 18 ആക്കി കഴിഞ്ഞാൽ 3EI എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 8/27 plus 4/18 into PL cube by 3EI. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 14 PL cube by 81 EI എന്ന് വരും. അത് LCM എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. സോ 14 PL cube by 81 EI ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഈസ് ഡിറ്റർമിൻ ദ റേഷ്യോ ഓഫ് ദ ബക്ലിംഗ് സ്ട്രെങ്ത് ഓഫ് എ സോളിഡ് സ്റ്റീൽ കോളം ടു ദാറ്റ് ഓഫ് എ ഹോളോ കോളം ഓഫ് ദ സെയിം മെറ്റീരിയൽ ഹാവിംഗ് ദ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ. The internal diameter of the hollow column is half of that of external diameter. Both are identical length and pinned or hinged at both ends. Buckling strength അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് അവരുടെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹോളോ കോളത്തിന്റെയും ഒരു സോളിഡ് കോളത്തിന്റെയും ഹോളോ കോളത്തിന്റെയും ബക്ലിംഗ് ലോഡിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് എ ഹോളോ ഇസ് ഈക്വൽ ടു എ സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒരേ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് യങ്സ് മോഡുലസ് രണ്ടുപേർക്കും സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൽ സോളിഡും എൽ ഹോളോയും സെയിം ആണ്. ബോത്ത് ആർ ഹിഞ്ച്ഡ് അറ്റ്, ആകെ ഒരു വ്യത്യാസം ഒന്ന് ഹോളോയും ഒന്ന് സോളിഡ് ആണെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഹോളോ കോളം ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ DO/2. ഓക്കെ, അപ്പൊ ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ലോഡിന്റെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ π² E I minimum divided by effective length square. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ എനി എൻഡ് കണ്ടീഷൻ. ഈ കേസിൽ യങ്സ് മോഡുലസ് സെയിം ആണ്. രണ്ടുപേരും ഒരേ ഹിഞ്ച്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇഫക്റ്റീവ് ലെങ്തും സെയിം ആണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു I minimum. ഇനി ഒരു സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഏത് ആക്സിൽ എടുത്താലും മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആയതുകൊണ്ട് എനിക്ക് I minimum എന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല, സിംപ്ലി I എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോ P സോളിഡ് ബൈ P ഹോളോ എന്ന് പറയുന്നത് I സോളിഡ് ബൈ I ഹോളോ ആണ്. ഇത്രയും നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഇനി സപ്പോസ് ഒരു സർക്കുലർ
ക്രോസ് സെക്ഷൻ, ഒരു സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഐ എന്ന് പറയുന്നത് പൈ ഡി റീസ്റ്റ് 4/64 ആണ്. സപ്പോസ് അതിന്റെ ഔട്ടർ ഡയമീറ്റർ ഡി ആണെങ്കിൽ, ക്യാപിറ്റൽ ഡി ആണെങ്കിൽ, ദിസ് ഇസ് ദ ഫോർമുല ഐ സോളിഡ്. ഇനി ഇതേ ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള ഒരു ഹോളോ ക്രോസ് സെക്ഷൻ ഞാൻ എടുക്കുകയാണ്. ഇത്രയും ഭാഗത്തെ മെറ്റീരിയൽ ഉള്ളൂ. ഇതില് ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി നമുക്ക് ഇനി വീണ്ടും കൊടുക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ സ്മോൾ ഡി എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് പകുതിയാണെന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഐ എന്തായിരിക്കും? ഐ ഹോളോ എന്ന് പറയുന്നത് π/64 ഔട്ടർ റീസ്റ്റ് 4 മൈനസ് ഇന്നർ റീസ്റ്റ് 4. ഇതാണ് ജനറൽ ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു π/64 ഔട്ടർ റീസ്റ്റ് 4 എന്ന് വെച്ചാൽ ഡി റീസ്റ്റ് 4 മൈനസ് ഇന്നർ എന്ന് പറഞ്ഞാൽ d/2 റീസ്റ്റ് 4. Therefore, I hollow is equal to π/64 d raised to 4 into 1 minus 1/16, or it is equal to 15/16 pi d raised to 4 by 64. Okay. Therefore, P solid by P hollow is equal to pi capital D raised to 4/64 divided by pi small d raised to 4/64 into 15/16. Or it is equal to π/64 cancel ആയി പോയി 16/15 into d raised to 4 minus d raised to 4, sorry, divided by d raised to 4. ഇതാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാനാണ് രണ്ടാമതൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഏരിയ ഓഫ് സോളിഡ് സെക്ഷൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഹോളോ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ π/4 ക്യാപിറ്റൽ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു π/4 into സ്മോൾ ഡി സ്ക്വയർ മൈനസ് d/2 സ്ക്വയർ. ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ, അതാണല്ലോ ഹോളോ സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ π/4 ക്യാൻസൽ ആയി പോയി. സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഞാൻ വെളിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1/4, അതായത് 3/4. Therefore 3/4 d സ്ക്വയർ. ഇനി നമുക്ക് ക്യാപിറ്റൽ ഡി സ്ക്വയർ ബൈ സ്മോൾ ഡി സ്ക്വയർ എന്നുള്ള റേഷ്യോ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 3/4. പക്ഷെ നമ്മുടെ ആവശ്യമുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ d raised to 4 ആണ്. അപ്പൊ രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. So capital D raised to 4 by small d raised to 4 is 9/16. 9/16. Therefore, P solid by P hollow is equal to 16/15 into 9/16. So 16 cancel ആയി പോയി, which is equal to 9/15. 9/15 എന്ന് വെച്ചാൽ എത്രയാണ്? 3/5. 3/5. Therefore, the answer is what? 3/5. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് റിസൾട്ട് ഉപയോഗിക്കുകയാണ്. ഒന്ന് അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ റേഷ്യോ ആയിരിക്കും എന്നുള്ള ആ റിസൾട്ടും, അതുപോലെ തന്നെ അതിന്റെ ഏരിയ ഈക്വൽ ആണെന്നുള്ള റിസൾട്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനലി ഒരു ഫിക്സഡ് റേഷ്യോയിലേക്ക് നമ്മൾ എത്തുന്നത്. Therefore, the answer is PS by PH is equal to 3/5. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുവിധപ്പെട്ട ഫോർമുലകളും കാര്യങ്ങളൊക്കെ നമ്മൾ തിയറി സെക്ഷനിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പ്രോബ്ലംസ് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.